ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട പാസീവ് എന്ന് പറയുന്ന വാചകങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ക്ലാസ്സുകളിലും ഈ പാസീവ് എന്ന വാചകങ്ങളാണ് കാണുക. ആദ്യം തന്നെ എന്താണ് ഈ പാസീവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യം ചെയ്യേണ്ടത് ഈ പാസീവ് എന്ന് പറയുന്നത് എന്താണ്? കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് കാണുകയായിരുന്നു. അവനെ തിരഞ്ഞെടുക്കണം, he should be chosen. അവനെ സഹായിക്കണം, he should be helped. അവനെ പഠിപ്പിക്കണം, he should be taught. അവനെ കൊണ്ടുവരണം, he should be brought. ആ രീതിയിൽ പറയുന്നതാണ് പാസീവ്. എന്നാൽ ചില വാക്കുകൾ മാത്രം പ്രത്യേക രീതിയിൽ അവൻ തിരഞ്ഞെടുക്കപ്പെടണം, അവൻ ശിക്ഷിക്കപ്പെടണം, ആ രീതിയിൽ പറയാം. കൂടുതലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവനെ സഹായിക്കണം, അവനെ പഠിപ്പിക്കണം, അവനെ കൊണ്ടുവരണം, ആ രീതിയിലാണ് മലയാളത്തിൽ പറയുക. മലയാളത്തിൽ അങ്ങനെ പറയുന്ന വാചകങ്ങളാണ് ഇംഗ്ലീഷിൽ നമ്മൾ പാസീവ് എന്ന് പറയുന്നത്. നമ്മൾ ഷുഡിന്റെ പാസീവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷുഡ് ആദ്യം നമ്മൾ പഠിച്ചതാണ്. ഞാൻ പോകണം, ഐ ഷുഡ് ഗോ. ഞാൻ വരണം, ഐ ഷുഡ് കം. ആ രീതിയിൽ കണ്ടു. എന്നാൽ ഇത് പാസീവാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇംഗ്ലീഷിലെ എല്ലാ വേർബ്സും എല്ലാ ക്രിയകളും പാസീവായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അത് നമ്മൾ അറിയണം. മലയാളത്തിലും നമുക്ക് സാധിക്കില്ല. അവനെ ഓടണം അങ്ങനെ നമ്മൾ പറയില്ല. അവനെ ഓടിക്കണം എന്ന് പറയും, അപ്പോൾ അത് വാചകം മാറി. അവനെ ഇരിക്കണം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അവനെ ഇരുത്തണം എന്ന് പറയാം, പക്ഷെ അപ്പോഴേക്കും ക്രിയ മാറി, ഇരുത്തുക എന്നുള്ളതായി. അതുപോലെ ഇംഗ്ലീഷിൽ നമുക്ക് എല്ലാ വെർബ്സിനും പാസീവ് ഇല്ല. ഓക്കെ, നമ്മൾ 3 വാചകങ്ങൾ കണ്ടു. ഷുഡിന്റെ പാസീവ് ഉണ്ടാക്കുന്ന രീതി, സബ്ജക്റ്റ്, അതിന്റെ കൂടെ ഷുഡ് വയ്ക്കും, അതിന്റെ കൂടെ ബി എന്ന വെർബ് വയ്ക്കും, അതിന്റെ കൂടെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വയ്ക്കും. പാസീവിൽ എപ്പോഴും ഈ ഫോമേ ഉപയോഗിക്കും. അത് മനസ്സിലാക്കുക. നമ്മൾ 3 വാചകങ്ങൾ കണ്ടു. ഐ ഷുഡ് ബി ചോസൺ, എന്നെ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെടണം. ചോദ്യം, ഷുഡ് ഐ ബി ചോസൺ, എന്നെ തിരഞ്ഞെടുക്കണോ? അതിന്റെ നെഗറ്റീവ് കണ്ടു കഴിഞ്ഞ ക്ലാസ്സിൽ. ഐ ഷുഡിൻ ബി ചോസൺ, എന്നെ തിരഞ്ഞെടുക്കരുത്. ഇന്ന് കാണുന്നത് നെഗറ്റീവ് ചോദ്യമാണ്. എന്നെ തിരഞ്ഞെടുക്കണ്ടേ? എളുപ്പമാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഷുഡിൻ്റെ കൊണ്ടൊന്ന് മുന്നിലിട്ടാല് ചോദ്യമായി. ഷുഡിൻറ്റ് ഐ ബി ചോസൺ, ഷുഡിൻറ്റ് ഐ ബി ചോസൺ. അവിടെ സ്ഥലം തികയാത്തതുകൊണ്ട് അങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. ഷുഡിൻറ്റ് ഐ ബി ചോസൺ, എന്നെ തിരഞ്ഞെടുക്കണ്ടേ? അതാണ് 4മത്തെയും അവസാനത്തെയും വാചകം. നമുക്ക് നോക്കാം. ഷുഡിൻറ്റ് ഐ ബി ചോസൺ, ഷുഡിൻറ്റ് ഐ ബി ചോസൺ, ഷുഡിൻറ്റ് ഐ ബി ചോസൺ. നെഗറ്റീവ് ചോദ്യം, എന്നെ തിരഞ്ഞെടുക്കണ്ടേ? ഷുഡിൻറ്റ് ഐ ബി സെൻഡ്, ഷുഡിൻറ്റ് ഐ ബി സെൻഡ്, എന്നെ അയക്കണ്ടേ? ഷുഡിൻറ്റ് ഐ ബി ടോട്ട്, എന്നെ പഠിപ്പിക്കണ്ടേ? ഷുഡിൻറ്റ് ഐ ബി ഹെൽപ്ഡ്, എന്നെ സഹായിക്കണ്ടേ? ഷുഡിൻറ്റ് ഐ ബി ലെഡ്, എന്നെ നയിക്കണ്ടേ? ഷുഡിൻറ്റ് ഐ ബി പണിഷ്ഡ്, എന്നെ ശിക്ഷിക്കണ്ടേ? ആ രീതിയിൽ നമ്മൾ പറയും. പ്രാക്ടീസ് ചെയ്യണം. ഇനി ഹീയിലേക്ക് പോകാം. ബി യു ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. ഷുഡിൻ ഹി ബി ചോസൺ, ഷുഡിൻ ഹി ബി ചോസൺ, ഷുഡിൻ ഹി ബി ചോസൺ. അവനെ തിരഞ്ഞെടുക്കണ്ടേ അല്ലെങ്കിൽ അവൻ തിരഞ്ഞെടുക്കപ്പെടണ്ടേ, അങ്ങനെയും പറയാം. പക്ഷെ അതിൽ നല്ലത് അവനെ തിരഞ്ഞെടുക്കണ്ടേ. ഷുഡിൻ ഹി ബി സെൻഡ്, ഷുഡിൻ ഹി ബി സെൻഡ്, ഷുഡിൻ ഹി ബി സെൻഡ്. അവനെ അയക്കണ്ടേ. ഷുഡിൻ ഹി ബി ടോട്ട്, ഷുഡിൻ ഹി ബി ടോട്ട്. അവനെ പഠിപ്പിക്കണ്ടേ, അവനൊരു പാഠം പഠിപ്പിക്കണ്ടേ? ഷുഡിൻ ഹി ബി ടോട്ട് എ ലെസൺ, ഷുഡിൻ ഹി ബി ടോട്ട് എ ലെസൺ, ഷുഡിൻ ഹി ബി ടോട്ട് എ ലെസൺ. അവനൊരു പാഠം പഠിപ്പിക്കണ്ടേ? ഓക്കെ. ഷുഡിൻ ഹി ബി ഹെൽപ്ഡ്, ഷുഡിൻ ഹി ബി ഹെൽപ്ഡ്. അവനെ സഹായിക്കണ്ടേ? ഷുഡിൻ ഹി ബി ലെഡ്, ഷുഡിൻ ഹി ബി ലെഡ്, ഷുഡിൻ ഹി ബി ലെഡ്. അവനെ നയിക്കണ്ടേ? ഷുഡിൻ ഹി ബി പണിഷ്ഡ്, ഷുഡിൻ ഹി ബി പണിഷ്ഡ്. അവനെ ശിക്ഷിക്കണ്ടേ? ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഷീ വെച്ച് ഇതുപോലെ തന്നെയാണ്. ഷുഡിൻ ഷീ ബി ചോസൺ, ഷുഡിൻ ഷീ ബി ചോസൺ. അവളെ തിരഞ്ഞെടുക്കണ്ടേ? ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. ഷുഡിൻ ദേ ബി ചോസൺ, ഷുഡിൻ ദേ ബി ചോസൺ. അവരെ തിരഞ്ഞെടുക്കണ്ടേ? ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. ഷുഡിൻ ദേ ബി സെൻഡ്, അവരെ അയക്കണ്ടേ? ഷുഡിൻ ദേ ബി ടോട്ട്, അവരെ പഠിപ്പിക്കണ്ടേ? നമ്മളിത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഒഴുക്കൊന്നും കിട്ടില്ല, നമുക്ക് തെറ്റിപ്പോകും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അതുകൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. അരമണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസിന്റെ രീതി അറിയുക. ആദ്യം മലയാളം പറയണം, അതിനുശേഷം മറ്റേ ഇംഗ്ലീഷ്.
രണ്ടുപേരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തിരുത്താൻ പറ്റും, തെറ്റ് പറ്റിയാൽ ബോറടിക്കുകയില്ല. ഓക്കെ, ഈ ഷുഡിന്റെ 4 വാചകങ്ങൾ പാസീവില് നമ്മൾ കാണുകയായിരുന്നു. ഇത് നേരത്തെ കണ്ടിട്ടുണ്ട്. അതിന്റെ പാസീവാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി വെബ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. കുറച്ച് വെബ്സ് എല്ലാ ദിവസവും പഠിക്കണം. ഈ 4 ഫോംസ് അറിഞ്ഞിരിക്കണം. പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കുക, അർത്ഥം ഉച്ചാരണമൊക്കെ പഠിക്കണം. പുതിയ വെബ്സ് വേറെയും പഠിക്കുക. അതുപോലെ സിമ്പിൾ ഇംഗ്ലീഷുള്ള കഥകളൊക്കെ വായിച്ചു നോക്കുക. ചിലപ്പോൾ നമ്മൾ ഈ പാസീവിനെ അവിടെ കാണും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരും അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്. അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളിലെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മളിത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്.
അത് നമ്മൾ പഠിക്കണം. ഇത് നമ്മൾ കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ 14ാമത്തെ ലിസ്റ്റാണ്. വെർബുകളുടെ ധാരാളം ഫോംസിൽ 4 ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ഇത് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിൽ എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇവ അറിയാതെ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാനോ എഴുതാനോ സാധിക്കില്ല. പിന്നെ മറ്റൊന്നുള്ളത്, നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും സ്പെല്ലിങ്ങിലും ഉച്ചാരണത്തിലും ഒരുപോലെ തന്നെയാണ്, പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട്. പിന്നെ മറ്റൊന്ന്, പ്രസന്റ് ഫോമിന് പ്ലൂറലും ഉണ്ട് സിംഗുലറും ഉണ്ട്. സാധാരണ എസ്ഒ, ഇഎസ്ഒ, ഐഎസ്ഒ ഒക്കെ കൂട്ടിച്ചേർത്താണ് സിംഗുലർ ഉണ്ടാക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. ഡു, ഡിഡ്, ഡൺ, fall, fell, fallen, forget, forgot, forgotten, give, gave, given, forgive, forgave, forgiven, go, went, gone, hide, hid, hidden. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? 7 വെർബുകളും മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമിൽ നിന്ന് വ്യത്യാസമാണ് പാസ്റ്റ് ഫോം, പാസ്റ്റ് ഫോമിൽ നിന്ന് വ്യത്യാസമാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇതിനുള്ള വെർബുകളൊക്കെ നമ്മൾ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമുക്ക് തുടങ്ങാം. പ്രിഫർ, പ്രിഫേർഡ്, പ്രിഫേർഡ്, push, pushed, pushed, reach, reached, reached, realize, realized, realized, remain, remained, remained, relax, relaxed, relaxed, rescue, rescued, rescued, remove, removed, removed, rinse, rinsed, rinsed, risk, risked, risked, ruin, ruined, ruined, shiver, shivered, shivered, slow, slowed, slowed, smell, smelled, smelled. സ്മെൽറ്റ്, സ്മെൽറ്റ് എന്നും കൂടി അതിന് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റർ, സ്റ്റേർഡ്, സ്റ്റേർഡ്, ട്രെയിൻ, ട്രെയിൻഡ്, ട്രെയിൻഡ്, ട്രസ്റ്റ്, ട്രസ്റ്റഡ്, ട്രസ്റ്റഡ്, ടിസ്റ്റ്, ടിസ്റ്റഡ്, ടിസ്റ്റഡ്, വിപ്പ്, വിപ്ഡ്, വിപ്ഡ്, യാൺ, യാൺഡ്, യാൺഡ്, yell, yelled, yelled, support, supported, supported. അപ്പൊ ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. അതുകൊണ്ട് ഇവയെല്ലാം പഠിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ചില വെർബുകൾ പ്രസന്റ് ഫോമിൽ സിംഗുലർ എഴുതുമ്പോൾ ഐ ഇ എസ് നോ അല്ലെങ്കിൽ ഇ എസ് നോ ഒക്കെ ആയിരിക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദാഹരണം ഡു, ഡസ് അല്ലെ, ഇ എസ് നേർത്താണ് സിംഗുലർ ഉണ്ടാക്കുന്നത്. ചില വെർബുകളുടെ പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ അക്ഷരങ്ങൾ ഇരട്ടിക്കുന്നുണ്ടാകും. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. എഴുതുന്നത് കറക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയാണ്. ഓക്കെ.